സാനിയ മനോമി, ഗുഡ് ഈവനിങ്. LDFന്റെ പ്രചാരണം ഇന്നിപ്പോൾ നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇന്നത്തെ രണ്ടാം പകുതി, ദിവസത്തിന്റെ രണ്ടാം പകുതി എങ്ങനെയാണ് നേതാക്കൾ സ്വരാജിനൊപ്പം വിനിയോഗിക്കുന്നത്? സുജയ, വെരി ഗുഡ് ഈവനിങ്. ഏതായാലും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് നിലമ്പൂരിലെ CPM പ്രവർത്തകരും അതുപോലെ ഇടതു പ്രവർത്തകരും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതാണ്. CPMന്റെ കേന്ദ്ര കമ്മിറ്റിയൊക്കെ നടക്കുന്നതിനാൽ, കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും മറ്റും നടക്കുന്നതിനാൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇവിടെയില്ല. വിജയരാഘവൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പുറത്താണുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് വിജയരാഘവനും PK സൈനബയും PK ബിജുവും അതുപോലെ CPI നേതാവ് PP സുനീറും അങ്ങനെ ഒരു പട തന്നെയായിരുന്നു സ്വരാജിനൊപ്പം പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃത്യമായ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ആവേശം വന്നിരിക്കുകയാണ്. കാരണം ചതുഷ്കോണ മത്സരത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ മുൻപൊന്നുമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിലോ കണ്ടിട്ടില്ലാത്ത ഒരു ആവേശം തന്നെയാണ് നിലമ്പൂരിൽ ഉള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം സിറ്റിംഗ് MLA തന്നെയായിരുന്ന PV അൻവർ ഒരു ഭാഗത്ത് എല്ലാ ആയുധങ്ങളും ഒരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിറ്റിംഗ് സീറ്റ് ഞങ്ങളുടേതാണ്, ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് LDF അതുപോലെ UDF ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് NDA അവസാനം വന്നാലും ഞങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വലിയ ആവേശത്തിൽ എല്ലാ മുന്നണികളും മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇടത് ക്യാമ്പിൽ ഒരു പ്രത്യേക ആവേശം തന്നെയുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് 19-ലധികം വർഷമായി ഇവർക്ക് CPM പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് CPMന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ മത്സരിക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ വലിയ പ്രായമായ ആളുകളൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിഹ്നത്തിനെ ഞാൻ കുത്തുകയുള്ളൂ എന്നൊക്കെ. അത്തരത്തിൽ ചിഹ്നത്തിന് മാത്രം കുത്തുന്ന ചിലരൊക്കെ ഉണ്ട്, അവരിപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആഹ്ലാദം ഇതൊക്കെ കൂടുതലുണ്ടാകും. കാരണം ഈ നിലമ്പൂരിൽ LDF നടത്തിയ അൻവർ പരീക്ഷണത്തോട് വിയോജിപ്പുള്ള കുറച്ച് പേർ നിലമ്പൂരിൽ തന്നെ ഉണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ആളുകളായിരുന്നു. അവരൊക്കെയും ആ വിയോജിപ്പുകളൊക്കെയും മാറ്റിവെച്ച് വീണ്ടും പാർട്ടിയോടുകൂടി സജീവമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പാസഞ്ചർ ട്രെയിനിൽ മാസായി സ്വരാജ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വീകരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ സ്വീകരണമായിരുന്നു. അതിനുശേഷം ഇന്നലത്തെ കൺവെൻഷനിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, സമീപകാലത്തെ കൺവെൻഷനിൽ കണ്ടതിൽ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണിത്, വലിയ സന്തോഷം തരുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഈ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ കണ്ണിറയുന്ന അവസ്ഥ സ്വരാജിനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇടറുന്നൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ആൾക്കൂട്ടം നമുക്ക് ഊഹിക്കാനാകും. നിലമ്പൂരിലെ സമീപ തെരഞ്ഞെടുപ്പുകളൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആൾക്കൂട്ടം എല്ലാ ക്യാമ്പിലും ഉണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാ ക്യാമ്പിലും ഇത് വലിയ ആവേശത്തോടെ എടുക്കുകയും തങ്ങളുടെ അവസാനത്തെ അസ്ത്രവും പുറത്തെടുത്തുകൊണ്ട് പോരാടണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നാളെ ഇപ്പോൾ കോളേജുകൾ, ചുങ്കത്തറ കോളേജിലൊക്കെയാണ് സ്വരാജ് പഠിച്ചത്, അവിടെയൊക്കെ നാളെ സന്ദർശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെയായിരുന്നു സ്വരാജ് ഉണ്ടായിരുന്നത്. വാഹന പര്യടനവും ഒപ്പം വീട് കയറി ചിലരൊക്കെ കാണലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നിലമ്പൂർ ആഴ്ചയെ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു. വൈകാരികമായൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കൂടുതൽ ആളുകളിലേക്ക് നേരിട്ടെത്തുക, യുവ വോട്ടുകൾ, കന്നി വോട്ടുകൾ അതൊക്കെ ഉറപ്പാക്കുക. നമ്മുടെ ട്രെയിനിൽ അപ്പോൾ സ്വരാജ് യാത്ര തുടരുകയാണ്.